ATACMS ഉക്രൈന് 61 ബില്യൺ പാക്കേജ് അമേരിക്ക നൽകി. ഉക്രൈന്റെ കാര്യത്തിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്തതിൽ വെച്ച് വളരെ ശ്രദ്ധേയമായ കാര്യം അല്ലെങ്കിൽ ഒരു വലിയ കാര്യം ഇതായിരുന്നു. മിസൈൽസിന്റെ കണക്കനുസരിച്ച് 500 മിസൈൽസ് ഉക്രൈന് അമേരിക്കയിൽ നിന്ന് നേരിട്ട് ഷിപ്പ് ചെയ്തിരുന്നു. കാരണം ATACMS നേരിട്ട് അമേരിക്കയിൽ നിന്നാണ് ഉക്രൈനിലേക്ക് വരേണ്ടത്. അങ്ങനെ നൽകിയ മിസൈൽസിൽ ഇപ്പോൾ വെറും 50 മിസൈൽസ് മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 50 മിസൈൽസ് വെച്ചുകൊണ്ട് ഉക്രൈൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. ഉക്രൈൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് ഹൈ വാല്യൂ ടാർഗറ്റ്സിനെതിരെ ഇത് ഉപയോഗിക്കുന്നതിന് പകരം റഷ്യയുടെ ഈഗോയെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ എന്നെക്കൊണ്ടും റഷ്യയ്ക്കുള്ളിൽ ഇത് അയക്കാൻ കഴിയും എന്ന് കാണിക്കാൻ ഇവർ ചെയ്ത പല തെറ്റുകൾ കാരണം ഉക്രൈൻ ഇത്രത്തോളം ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉക്രൈൻ ഈ 50 ATACMS മിസൈൽസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്ന് ഇന്നൊരു അറിയിപ്പ് പുറത്തു വന്നു. ഈ 500 ATACMS മിസൈൽസിനെ വെറും 3 മാസത്തിനുള്ളിൽ ഉക്രൈൻ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ഒരു വലിയ നമ്പർ ഡ്രെയിൻ ചെയ്തിട്ടും റഷ്യയ്ക്ക് എതിരെ കാര്യമായ നാശനഷ്ടം ഇവരെ കൊണ്ട് നൽകാൻ കഴിഞ്ഞില്ല. അപ്പോ ഇതിന്റെ എല്ലാം ടൈം ലൈൻ നമ്മൾ അറിയണം. ഈ ATACMS റഷ്യയ്ക്ക് എതിരെ ഉക്രൈൻ എത്രത്തോളം മോശമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വിശദമായി അറിയാൻ പോകുന്നത്. ATACMSന്റെ വരവിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള പ്രധാനപ്പെട്ട ടൈം ലൈൻസ് അറിയണം. ഏതെല്ലാം സമയങ്ങളിലാണ് ലോങ് റേഞ്ച് വെപ്പൺസ് ഉക്രൈനിലേക്ക് വന്നത് എന്നറിയണം. ഉക്രൈനിലേക്ക് വന്നത് മാത്രമല്ല, റഷ്യക്കെതിരെ ഇവർ ഇതിനെ എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്നുള്ളത് ടൈം ലൈൻ വൈസ് നമ്മൾ നോക്കണം. ഈ പ്രശ്നമെല്ലാം ആരംഭിച്ചത് 2022-ലായിരുന്നു. റഷ്യ ഉക്രൈന് എതിരെ പെട്ടെന്നൊരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്തി. പെട്ടെന്നായിരുന്നില്ല. ഇവർ ചെയ്യാൻ പോകുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ എപ്പോ ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമാണ് അറിയാത്തത്. അങ്ങനെ റഷ്യയുടെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ഫെബ്രുവരി മാസം 2022 ആരംഭിച്ചു. ഇത് ആരംഭിച്ചതിന് ശേഷം ആദ്യത്തെ 3 മാസത്തിൽ പ്രധാനപ്പെട്ട വലിയ ലോങ് റേഞ്ച് വെപ്പൺസ് ഒന്നും ഉക്രൈൻ നൽകിയിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട ഒരേയൊരു കാരണം, ഈ പറയുന്നതിൽ പല അഭിപ്രായ വ്യത്യാസം പലർക്കും ഉണ്ടാകാം, എന്നാൽ പ്രധാനപ്പെട്ട ഒരേയൊരു കാരണം ഉക്രൈൻ ആ സമയം അവരുടെ പ്രതിരോധം മാത്രമായിരുന്നു പ്രശ്നം. അതുകൊണ്ടാണ് ജാവലിൻ പോലുള്ള ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസും മാൻപാഡ്സ് എന്ന് പറയുന്ന വിമാന വിരുദ്ധ മിസൈലുകൾ ഇവർക്ക് നൽകി. അതല്ലാതെ ഹൈമാസ് പോലുള്ള ഏതൊരു മിസൈൽസും ആദ്യത്തെ 3 മാസങ്ങളിൽ ഇവർക്ക് നൽകിയിട്ടില്ല. എന്നാൽ ഇവയെല്ലാം മാറാൻ തുടങ്ങിയത് ജൂൺ മാസം 5-ാം തീയതിയാണ്. റഷ്യ 4 പ്രവിശ്യകളെ അവരുടെ നിയന്ത്രണത്തിൽ വച്ചിട്ടുണ്ട്. ഇത് ഉക്രൈനെ ഡിഫൻഡ് ചെയ്തേ മതിയാവുകയുള്ളൂ. ഇതിനെ ഡിഫൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒഫൻസീവ് കാറ്റഗറിയിലുള്ള ഡിഫൻസീവ് വെപ്പൺസ് ആവശ്യമാണ്. അതായത് ആക്രമിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ നൽകണം എന്ന് പറഞ്ഞ് ആദ്യത്തെ ഹൈമാസ് ഷിപ്മെന്റ് ജൂൺ മാസത്തിൽ അവർക്ക് നൽകി. ഇങ്ങനെ ചെയ്തതിനു ശേഷം ജൂൺ മാസം 23-ാം തീയതി ഹൈമാസ് ഒരു വലിയ കാര്യം അവിടെ ചെയ്തു. റഷ്യൻ ഒക്കുപ്പൈഡ് പ്രദേശമായ ഇസിയം, ഇവിടെ 40 റഷ്യൻ സൈനികരെ കൊല്ലുന്നു. അവർ ഉപയോഗിച്ചിരുന്ന സെൽഫോൺ സിഗ്നൽസ് ഉപയോഗിച്ച് ആ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയും റഷ്യയ്ക്ക് ഒരു വലിയ തിരിച്ചടി നൽകി. പിന്നീട് ഒരുപാട് ആക്രമണങ്ങൾ നടത്തി. അങ്ങനെ ഹൈമാസിനെ കുറിച്ചുള്ള ഒരു കാര്യം വലിയ ചർച്ചയായി മാറി. ഉക്രൈനെ സംബന്ധിച്ച് തുടക്കഘട്ടത്തിൽ അമേരിക്കയുടെ വെപ്പൺസ് കൂടുതൽ എഫിഷ്യന്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ജാവലിന് ശേഷം ഈ ഹൈമാസ് ആയിരുന്നു. കാരണം റഷ്യയ്ക്ക് അത് കാരണമുണ്ടായ നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. ഒരു 40 ദിവസം വരെയും റഷ്യ അവിടെ സ്തംഭിച്ചു പോയി. കാരണം ഹൈമാസിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് പോലും അവർക്കറിയില്ലായിരുന്നു. GPS സ്കാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്പൂഫിംഗ് ചെയ്യുന്നതോ ഒന്നും തന്നെ അറിയില്ല. ഇലക്ട്രോണിക് കൗണ്ടർ മെഷീൻസ് ഉപയോഗിച്ച് ഇതിനെ ഡൌൺ ചെയ്യണമോ, ഇവയെല്ലാം റഷ്യ ചിന്തിച്ച് അവസാനിപ്പിക്കാൻ തന്നെ 1 മാസം എടുത്തു. അതിനുശേഷമാണ് ആദ്യമായി റഷ്യ അവരുടെ ഇലക്ട്രോണിക് ജാമിംഗ് യൂണിറ്റ്സ് ഉപയോഗിച്ച് ഹൈമാസിനെ ഡൌൺ ചെയ്തത്. പിന്നീട് ഈ ഹൈമാസിനെ കൊണ്ട് ഉക്രൈന് ആദ്യം ചെയ്തതുപോലുള്ള വലിയ ആക്രമണങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല. അടുത്ത് 2022 ഓഗസ്റ്റ് മാസത്തിൽ ATACMS ഉക്രൈൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു. ഈ റിക്വസ്റ്റ് ഉക്രൈനിൽ നിന്ന് വന്നതിന് ശേഷം മുഴുവൻ ലോകവും സ്തംഭിച്ചു എന്ന് പറയാം. കാരണം ഹൈമാസിനെ സംബന്ധിച്ച് അതിന്റെ പരമാവധി റേഞ്ച് എന്നത് 110 കിലോമീറ്ററിനുള്ളിലാണ്. മാത്രമല്ല ഹൈമാസ് 4-5 മിസൈൽസ് ചേർന്നാൽ പോലും ഒരു ATACMS കൊണ്ട് നൽകുന്ന ഇമ്പാക്ട് അവിടെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതിനാൽ എന്തിനാണ് ഇത്രയും വലിയൊരു മിസൈൽ സിസ്റ്റം ചോദിക്കുന്നത്? ഇത് നൽകിയാൽ റഷ്യയ്ക്കും എനിക്കും വലിയൊരു പ്രശ്നം വരുമല്ലോ എന്ന് ചിന്തിച്ച് അമേരിക്ക ആ സമയം ആ റിക്വസ്റ്റ് നിഷേധിച്ചു. എന്നാൽ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2023-ൽ UK-യുടെ ഒരു എൻട്രി അവിടെ സംഭവിച്ചു. സ്റ്റോം ഷാഡോ മിസൈൽസ് 4 ബാച്ചായി തിരിച്ചു. മുഴുവൻ പാക്കേജ് 23 മില്യൺ ആയിരുന്നു. ആദ്യത്തെ പാക്കേജ് 2.7 മില്യൺ സഹായം സ്റ്റോം ഷാഡോ മിസൈൽസിന് വേണ്ടി മാത്രം നൽകുന്നു. ഈ മിസൈൽസിനെ സംബന്ധിച്ച് ക്രീമിയയെ ഈ ഒരു മിസൈൽ തകർത്തു എന്ന് തന്നെ പറയാം. കാരണം സെവസ്റ്റാപോൾ നാവൽ ബേസിനെ ആക്രമിച്ചത് പിന്നീട് ക്രീമിയയിലുള്ള റഷ്യൻ ആസ്തികൾ
ഒരു 60% വരെയും തകർത്തു. ഇപ്പോൾ റഷ്യയുടെ അസറ്റ്സ് പകുതി മാത്രമാണ് കരിങ്കടൽ പ്രദേശത്തുള്ളത്. അത്രത്തോളം അവർ അകലെയാക്കി വച്ചുവെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റോം ഷാഡോ മിസൈൽസിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത് ഉക്രൈന് വലിയൊരു പുഷ് നൽകിയാലും ഇത് ഉക്രൈൻ കാര്യക്ഷമമായി ഉപയോഗിച്ചില്ല. ഉക്രൈൻ അവിടെ ആക്രമിച്ചു, എന്നാൽ പ്രോപ്പറായ രീതിയിൽ അവരത് ഉപയോഗിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ റഷ്യയുടെ ഒഫൻസീവിനെ ഇവരെ കൊണ്ട് ക്രീമിയയിൽ നിന്നും കട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ക്രീമിയയിൽ നിന്ന് ഇപ്പോഴും സഹായം അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ സ്റ്റോം ഷാഡോയെ സംബന്ധിച്ച് സത്യത്തിൽ ഒരു ഗെയിം ചേഞ്ചിങ് വെപ്പൺ ആയിരുന്നു. എന്നാൽ ഉക്രൈൻ അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. ഈ ഒരു അവസ്ഥയിലായിരുന്നു നായകൻ അകത്തേക്ക് വരുന്നത്. ഒക്ടോബർ മാസം 17 മിനിമം റേഞ്ചുള്ള 80 മുതൽ 90 കിലോമീറ്റർ 90 മുതൽ 110 കിലോമീറ്റർ വരെയുള്ള ATACMS മിസൈലുകൾ ഒക്ടോബർ 17 2023 ഉക്രൈനിൽ ആദ്യമായി യൂസ് ഉണ്ടാകുന്നു. ഇങ്ങനെ വന്ന ATACMS മിസൈൽസ് സാബ്രോസീഷ്യ പ്രദേശങ്ങളിലും ക്രീമിയ, കേഴ്സൺ ഈ പ്രദേശങ്ങളിലെല്ലാം ഉക്രൈൻ കൂടുതലായും ഉപയോഗിച്ചു. ഇതിൽ റഷ്യ വീണ്ടും സംഭവിച്ചു എന്ന് പറയാം. കാരണം ഹൈമാസിനെ കണ്ട് റഷ്യ ആദ്യം ഭയന്നു. അവരുടെ സൈന്യത്തെ ഈ ഹൈമാസിനെ കണ്ട് ഭയന്ന് ഒരു പാനിക് മൊബിലൈസേഷൻ നടത്തി. ഭയത്തിലും സംഘർഷത്തിലും അവരുടെ സൈന്യത്തെ ഒരു പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുക. അങ്ങനെ പോകാൻ തുടങ്ങിയവർ ATACMS വന്നതിന് ശേഷം ക്രീമിയയിലുള്ള അവരുടെ മോസ്റ്റ് ഓഫ് ദ വിമാനങ്ങളെയും റഷ്യൻ പ്രദേശങ്ങളിലേക്ക് വീണ്ടും റീലൊക്കേറ്റ് ചെയ്തു. കാരണം ക്രീമിയ എന്നത് ഉക്രൈന്റെ ഒരു പ്രദേശം എന്നാണ് ഇപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത്. ഇതിനുശേഷം 2024 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത്. ശരിയായി ഏപ്രിൽ മാസം 20 അമേരിക്കയുടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ 61 ബില്യൺ സഹായം ചെയ്തു. ഒന്നോ രണ്ടോ അല്ല, 61 ബില്യൺ പാക്കേജ് അപ്രൂവൽ നൽകി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യം ATACMS എന്നത് 40 മാത്രമായിരുന്നു വന്നത്. അതുപയോഗിച്ചാണ് ക്രീമിയയും കേഴ്സൺ പ്രദേശങ്ങളെയും സാബ്രോസീഷ്യ ഇവയെല്ലാം ഉക്രൈൻ ആക്രമിച്ചത്. എന്നാൽ ഈ 61 ബില്യണിൽ 500 മിസൈൽസ് വരെയും, അതും നോർമൽ മിസൈൽസ് അല്ല. ആദ്യമുള്ളത് 110, 120 റേഞ്ചുള്ള മിസൈൽസ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ വന്നത് 160, 180 ഇതിലും എക്സ്റ്റൻഡഡ് റേഞ്ചുള്ള ATACMS മിസൈൽസ്. ഇവ 500 ഉക്രൈൻ നൽകി. ഇങ്ങനെ ആദ്യമായി അമേരിക്ക ഔദ്യോഗികമായി ഇതിനൊരു അംഗീകാരം നൽകി. എന്നാൽ നൽകിയത് മാത്രമല്ല, ചില നിയന്ത്രണങ്ങളും നൽകി. നിങ്ങൾ ഈ മിസൈൽസ് റഷ്യൻ പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒക്കുപ്പൈഡ് ടെറിട്ടറിയിൽ മാത്രം. നിങ്ങളുടെ പ്രദേശം റഷ്യ, നിങ്ങളുടെ ഏതെല്ലാം പ്രദേശങ്ങളെയാണോ റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്നത് അവിടെ മാത്രം ഇവയെല്ലാം ഉപയോഗിക്കണം. റഷ്യൻ പ്രദേശങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു നിയന്ത്രണം നൽകി. എന്നാൽ ഇതിനുശേഷം പ്രധാനപ്പെട്ട എസ്കലേഷൻസ് ഒന്നും തന്നെ സംഭവിച്ചില്ല. മെയ് 30 ആദ്യമായി റഷ്യയുടെ ബെൽഗ്രോഡ് മേഖലയിലും ഉക്രൈന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ബിൽഡിംഗ്സിന് നേരെ ഹൈമാസ് മിസൈൽസ് ആദ്യമായി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാവരും ചിന്തിച്ചത് ഹൈമാസ് ഉക്രൈനിൽ നിന്നും റഷ്യയെ ആക്രമിച്ചു. ഹൈമാസ് അമേരിക്കൻ മെയ്ഡ് വെപ്പൺ സിസ്റ്റമാണ്. റഷ്യ ഇതിന് തീർച്ചയായും ഒരു തിരിച്ചടി നൽകുമെന്ന് ചിന്തിച്ചു. എന്നാൽ റഷ്യ അതൊരു വലിയ കാര്യമായി എടുത്തതേയില്ല. വീണ്ടും എപ്പോഴത്തെയും പോലെ അവരുടേതായ രീതിയിൽ 50 ഡ്രോൺസിനകത്തേക്ക് അയച്ചു, 100 ഡ്രോൺസിനകത്തേക്ക് അയക്കുക, ഇങ്ങനെ അതോടുകൂടി അവസാനിപ്പിച്ചു. റഷ്യ ഇതൊരു വലിയ കാര്യമായി എടുത്തതേയില്ല. എന്നാൽ ഇതിനുശേഷം യഥാർത്ഥ ഒരു എസ്കലേഷൻ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചതേയില്ല. ഓഗസ്റ്റ് 6 ലോകത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. റഷ്യൻ പ്രദേശത്ത് അമേരിക്കയുടെ ഒരു പീരങ്കി പോകും. അമേരിക്കയുടെ മിസൈൽസ് ആക്രമണം സംഭവിക്കുമെന്ന് അതുവരെയും ആരും പ്രതീക്ഷിച്ചതേയില്ല. ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങൾ ലെപ്പർഡ് 2, ചാലഞ്ച് 2 ഇവയെല്ലാം റഷ്യൻ കേഴ്സ് പ്രദേശങ്ങളിലേക്ക് നുഴയുന്നു. ഉക്രൈൻ ചെയ്തതിൽ വെച്ച് വളരെ മോശം തീരുമാനം എന്ന് പറയപ്പെടുന്ന കേഴ്സ് ഇൻവേഷൻ അപ്പോഴാണ് ആരംഭിച്ചത്. ഇത് ആരംഭിച്ചതിന് ശേഷം സെപ്റ്റംബർ മാസത്തിൽ ഉക്രൈൻ ഒരു വലിയ റിക്വസ്റ്റ് കൊടുത്തു. ഞങ്ങൾക്ക് നിങ്ങൾ മിസൈൽസ് നൽകി, എന്നാൽ മിസൈൽസ് നൽകിയിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനായിട്ടുള്ള അപ്രൂവൽ നൽകുന്നില്ല? ഞങ്ങൾക്ക് ആ ഒരു അപ്രൂവൽ നൽകുക. ഞങ്ങളെ കൊണ്ട് റഷ്യൻ പ്രദേശങ്ങളെ ആക്രമിക്കുക മാത്രമല്ല, ഈ യുദ്ധത്തിൽ റഷ്യയെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് ഒരു വലിയ പ്രതിജ്ഞ എടുത്തു. എന്നാൽ അപ്പോൾ ആരും അതിനായിട്ടുള്ള ഒരു അപ്രൂവൽ നൽകിയില്ല. എന്തിന്? നാഷണൽ സെക്യൂരിറ്റി സ്പോക്സ് പേഴ്സൺ സെപ്റ്റംബർ മാസം 13 ഒരു കാര്യം പറഞ്ഞു. അമേരിക്കയുടെ പദ്ധതിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഞങ്ങൾ റഷ്യയെ ആക്രമിക്കാൻ ഉക്രൈന് വെപ്പൺസ് നൽകിയിട്ടില്ല. അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നൽകിയത്. അതല്ലാതെ റഷ്യയെ ആക്രമിക്കാനായിട്ടുള്ള യാതൊരു പദ്ധതിയും ഞങ്ങൾക്കില്ല എന്ന ഒരു കാര്യം പറഞ്ഞു. എന്നാൽ ഉക്രൈൻ ഏതോ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നുവെന്ന് റഷ്യയ്ക്ക് മനസ്സിലായി. സെപ്റ്റംബർ 25 ഉക്രൈനെ സഹായം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ അപ്ഡേറ്റ് ചെയ്യുന്നു. ഈ ന്യൂക്ലിയർ ഡോക്ട്രേറ്റ് അപ്ഡേറ്റ് ചെയ്യുക എന്നത് ലോകത്തിൽ തന്നെ ഒരു വലിയ സംസാര വിഷയമായി മാറി. കാരണം കൺവെൻഷണൽ വെപ്പൺസ് ഉപയോഗിച്ച് റഷ്യയ്ക്ക് പ്രശ്നങ്ങൾ നൽകിയാൽ പോലും ഞങ്ങൾ ആണവായുധം ഉപയോഗിക്കും എന്ന
ഒരു വലിയ മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ ദ റിയൽ വാർ ബിഗിൻസ് നൗ എന്ന പോലെ നവംബർ 18-19 തീയതികളിൽ ആദ്യമായി ATACMS മിസൈൽസിന്റെ ഉപയോഗം റഷ്യൻ മണ്ണിനുള്ളിലേക്ക് പോകുന്നു. ഇങ്ങനെ പോയതിനു ശേഷം റഷ്യയുടെ ചില എയർബേസസും റഷ്യയുടെ ചില മിലിറ്ററി അസറ്റ്സും കേടുപാടുകൾ സംഭവിച്ചു. ഇതിനുവേണ്ടി റഷ്യ ഓഷ്യനിക് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുതിയ ആയുധം അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫേസിലുണ്ടായിരുന്ന ഒരു ടെസ്റ്റിംഗ് വെപ്പൺ ഉപയോഗിച്ച് ഉക്രൈന് ഒരു മികച്ച പ്രതികരണം നൽകി. ഇവിടെ വരെയായിരുന്നു ATACMSന്റെ ഒരു ടൈം ലൈൻ. ഇത്രത്തോളമായിരുന്നു ഉക്രൈൻ ഇതിനെ ഉപയോഗിച്ചത്. എന്നാൽ ഇതിൽ ഉക്രൈൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട തെറ്റ്, ഇവിടെ യഥാർത്ഥത്തിൽ ഈ സെപ്റ്റംബർ മാസം മുതൽ അപ്രൂവൽ നൽകിയ അന്ന് മുതൽ 7 തവണ റഷ്യക്കെതിരെ മേജർ ആയിട്ടുള്ള അറ്റാക്സ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 7 തവണ ഇവർ എത്ര മിസൈൽസിന് അകത്തേക്ക് അയച്ചിട്ടുണ്ടാകും? എത്ര മിസൈൽസ് റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും? 120 മിസൈൽസ് ആയിരുന്നു റഷ്യക്ക് നേരെ അയച്ചത്. അതായത് റഷ്യൻ ഒക്കുപ്പൈഡ് ടെറിട്ടറി അല്ല, ഒറിജിനൽ റഷ്യ ഉക്രൈൻ ബോർഡറിനുള്ളിലേക്ക് 1991 ഉണ്ടായിരുന്നല്ലോ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ആ ഒരു ബോർഡറിനെ ക്രോസ് ചെയ്ത് 120 മിസൈൽസ് അയച്ചു. ഇതിൽ വളരെ ഒക്വേർഡായ കാര്യം, ഈ 120 മിസൈൽസിൽ 90 മിസൈൽസിനെ റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തതായി ഒരു ഡേറ്റയുണ്ട്. അപ്പോ 30 മിസൈൽസ് വരെയും ആ സ്ഥലത്ത് ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ഹൈമാസിനേക്കാളും ATACMS വളരെ പവർഫുൾ ആണ്. എന്നാൽ 30 മിസൈൽസ് അവിടെ ഇമ്പാക്ട് സൃഷ്ടിച്ചാലും അതിലും കൂടുതലായിട്ടുള്ള ഒരു തിരിച്ചടി റഷ്യൻ വ്യോമസേനയ്ക്കോ അല്ലെങ്കിൽ റഷ്യയുടെ മറ്റേതെങ്കിലും അസറ്റ്സിനോ ഉക്രൈനെ കൊണ്ട് നൽകാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ ഉക്രൈന്റെ ഡ്രോൺ സ്ട്രൈക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഇപ്പൊ റോസ്റ്റോവോണ്ടൻ പ്രദേശത്ത് ഒരു വലിയ അമ്മുനേഷൻ ഡെപ്പോയെ ആക്രമിച്ചു. വീണ്ടും പല സ്ഥലങ്ങളിൽ പല അമ്മുനേഷൻ ഡെപ്പോസിനെ ആക്രമിച്ചു. ഏകദേശം 40,000 ടൺ അമ്മുനേഷൻ ഡെപ്പോ ആക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡ്രോൺസ് ഉപയോഗിച്ച് അവരെ കൊണ്ട് ചില വലിയ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിഞ്ഞപ്പോൾ പോലും ഈ ATACMSനെ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ അവരെ കൊണ്ടായില്ല. അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണം, ഒന്നാമത്തേത് ഉക്രൈനെ കൊണ്ട് അവരുടെ ലൊക്കേഷൻസ് പ്രോപ്പറായി കണ്ടെത്തി ATACMS അതിനെതിരെ അയക്കാൻ സാധിച്ചില്ല. അതല്ലെങ്കിൽ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യണ്ട എന്ന് കരുതി അവരുടെ സ്ട്രൈക്സ് അവർ ലിമിറ്റ് ചെയ്തു. പക്ഷേ രണ്ടാമതായി പറഞ്ഞ ഈ കാര്യം, യുദ്ധം വലുതാകണ്ട എന്ന് കരുതി അവരുടെ അറ്റാക്സ് ലിമിറ്റ് ചെയ്തു. ഇതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം അവരങ്ങനെ യഥാർത്ഥത്തിൽ ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ATACMS ഫയർ ചെയ്തിട്ടേ ഉണ്ടാകില്ലായിരുന്നു. അപ്പോ അതിനപ്പുറം അവർ ചെയ്തു എന്നുള്ളപ്പോൾ ഇവർക്ക് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റമുള്ള പ്രദേശങ്ങൾ അറിഞ്ഞാലും അത് പ്രോപ്പറായ രീതിയിൽ ന്യൂട്രലൈസ് ചെയ്യാനുള്ള വഴി അറിയില്ലായിരുന്നു. ഇതിൽ ATACMSന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒക്കുപ്പൈഡ് പ്രദേശം ഡോൺബോസ് റീജിയണിൽ S-400ന്റെ ഒരു ലോഞ്ചർ മുഴുവനും നശിപ്പിച്ചു. അത് ക്ലസ്റ്റർ വാർഹെഡ്സ് ആയിരുന്നു അതിനുവേണ്ടി ഉപയോഗിച്ചത്. ആ സംഭവത്തിൽ നിങ്ങൾ ഒരുപാട് പേർ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അകത്തേക്ക് വന്നതിൽ ഒരു മിസൈൽസ് മാത്രമാണ് ഇമ്പാക്ട് സൃഷ്ടിച്ചത്. ആ മൊത്തം 7 ATACMS ഫയർ ചെയ്തിരുന്നു. അതിൽ 6 എണ്ണത്തിനെ ഇന്റർസെപ്റ്റ് ചെയ്തു. എന്നാൽ ഒന്ന് ക്ലസ്റ്റർ വാർഹെഡോടുകൂടി പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. അവിടെ S-400 എന്നല്ല, ഏതൊരു സിസ്റ്റം ഉണ്ടായിരുന്നാലും ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണ് അവിടെ S-400 നശിപ്പിച്ചത്. അപ്പോ ഉക്രൈൻ ഇങ്ങനെ ശരിയായൊരു പദ്ധതി ഇല്ലാതെ ഇത്രത്തോളം അധികം ATACMSനെ അവരുടെ ഈഗോ കാരണം പ്രയോഗിച്ചത് ഇപ്പോ ഒരു വലിയ തിരിച്ചടിയാകാൻ തുടങ്ങിയിട്ടുണ്ട്. 50 മിസൈൽസിനെ വെച്ചുകൊണ്ട് ഇവരെ കൊണ്ട് വീണ്ടും 2 മാസമല്ല, ജനുവരി മാസം പോലും മുഴുവനായും കംപ്ലീറ്റ് ചെയ്യുക വളരെ പ്രയാസമായിരിക്കും. 2 ആഴ്ചയ്ക്ക് മുൻപ് ഈ മുഴുവനായും ടോപ്പ് ഓഫ് ദ ന്യൂസ് ATACMS ആയിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോ അതുപോലെ ഇതേ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും സഹായം അമേരിക്കയുടെ പക്കൽ നിന്ന് ഉക്രൈന് വന്നില്ലെങ്കിൽ ഈ ATACMS എന്ന കോൺസെപ്റ്റ് തന്നെ നമ്മൾ മറക്കും. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വരില്ല. കാരണം അവരുടെ പക്കൽ ശരിയായ സ്റ്റോക്ക് പൈൽസ് ഇല്ല. അപ്പോ എപ്പോഴും നമ്മുടെ പക്കൽ ഏത് വിധത്തിലുള്ള ആയുധങ്ങളുണ്ട്, അത് ശരിയായി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ ഏതു രാജ്യത്തെ കൊണ്ടും ഏത് യുദ്ധത്തിലും ജയിക്കാൻ സാധിക്കൂ. ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അധികം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ശരിയായ പദ്ധതി ഇല്ലാതെ വെറും പേരിന് വേണ്ടി ഉപയോഗിച്ചാലും അവസാനം ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.